നമസ്കാരം. ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ച ബ്രിട്ടീഷ് സർക്കാരിൻ്റെ നിലപാടിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് ഹമാസ് തീവ്രവാദികൾ ഇത് തങ്ങളുടെ വിജയമാണ് എന്നാണ് അവർ ഇപ്പോൾ അവകാശപ്പെട്ടിരിക്കുന്നത്. തങ്ങളുടെ മാർഗമാണ് നീതിയുടേത് എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു എന്നും ഹമാസ് നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഇസ്രായേൽ ആകട്ടെ അതിശക്തമായ തോതിലുള്ള വിമർശനമാണ് ഇപ്പോൾ ഈ ഒരു തീരുമാനത്തിനെതിരെ നടത്തിയിരിക്കുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെ പറയുന്നത് താൻ ഐക്യരാഷ്ട്ര സഭയിലെ പ്രസംഗം കഴിഞ്ഞതിന് ശേഷം മടങ്ങിയെത്തിയിട്ട് ഇതിന് കൃത്യമായ മറുപടി നൽകും എന്ന് തന്നെയാണ്. ഇസ്രായേൽ പറയുന്നത് അങ്ങനെ ഒരു രാഷ്ട്രം ഉണ്ടാക്കാൻ ഒരു കാരണവശാലും ഞങ്ങൾ അനുവദിക്കുകയില്ല എന്നാണ്. ഇത് വെറും സ്വപ്നമായിരിക്കുമെന്നാണ് തനിക്ക് പറയാനുള്ളതെന്നും ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാമർ ഫലസ്തീൻ രാഷ്ട്രത്തെ ബ്രിട്ടൻ അംഗീകരിക്കുന്നതായി ഔദ്യോഗികമായി വെളിപ്പെടുത്തിയത്. നേരത്തെ തന്നെ അദ്ദേഹം ഈ ഒരു നിലപാടിനോട് യോജിപ്പുള്ള വ്യക്തി തന്നെയായിരുന്നു. ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഈ ഒരു നിലപാടിലേക്ക് നേരത്തെ തന്നെ പോയിരുന്നു. ഫ്രാൻസാണ് ഒരുപക്ഷെ ആദ്യഘട്ടത്തിൽ തന്നെ ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നതായി പ്രഖ്യാപിച്ചിരുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് പിന്നീട് ബ്രിട്ടനും ഈ നിലപാടിലേക്ക് എത്തുന്നത്. നേരത്തെ ഇസ്രായേലിന് ആയുധങ്ങൾ നൽകേണ്ടതില്ല എന്ന് ബ്രിട്ടൻ തീരുമാനിച്ചിരുന്നു. അമേരിക്ക മാത്രമാണ് ഇപ്പോൾ ഇസ്രായേലിന് ഏറ്റവും അധികം ആയുധങ്ങൾ നൽകുന്നത്. അതേസമയം ബ്രിട്ടൻ്റെ ഈ ഒരു നിലപാട് ബന്ദികളുടെ ജീവൻ വെച്ചുള്ള ഒരു കളിയാണ് എന്നുള്ള ആരോപണമാണ് മറുവശത്ത് നിന്ന് ഇപ്പോൾ ഉയരുന്നത്. ബന്ദികളുടെ കാര്യത്തിൽ ഇതുവരെയും ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല എന്നും ബന്ദികളെ മുൻനിർത്തിയാണ് ഹമാസ് തീവ്രവാദികൾ ഈ ഒരു കളിയൊക്കെ നടത്തുന്നത് എന്നുമാണ് പലരും ആരോപിക്കുന്നത്. കൂടാതെ ബ്രിട്ടീഷുകാരായ ചില ബന്ദികൾ ഇപ്പോഴും ഹമാസിൻ്റെ കൈവശമുണ്ട്. അവരുടെ ബന്ധുക്കളും ഈ ഒരു തീരുമാനത്തിനെതിരെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. തങ്ങളുടെ ബന്ധുക്കളെക്കുറിച്ച് ഇതുവരെയും യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല എന്നും കൃത്യമായി യാതൊരു തെളിവോ അല്ലെങ്കിൽ മറ്റ് സാഹചര്യങ്ങളോ ഒന്നുമില്ലാതെ എങ്ങനെയാണ് ബ്രിട്ടൻ ഇത്തരത്തിലുള്ള ഒരു പിന്തുണ പ്രഖ്യാപിച്ചത് എന്നുമാണ് അവരും ചോദിക്കുന്നത്. ബ്രിട്ടൻ ഹമാസിൻ്റെ ഭീകരതയ്ക്ക് ഇതിലൂടെ ഒരു വലിയ സമ്മാനം തന്നെ നൽകിയിരിക്കുന്നു എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആരോപിക്കുന്നത്. ഏതായാലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ലോകത്തെ വളരെ ശക്തരായ ചില യൂറോപ്യൻ രാജ്യങ്ങൾ ഇത്തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിച്ചത് വലിയ തിരിച്ചടിയായി മാറും എന്നുള്ളത് ഉറപ്പാണ്. ഐക്യരാഷ്ട്രസഭയെ സംബന്ധിച്ചിടത്തോളം ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറലിനെതിരെ പോലും നേരത്തെ ഇസ്രായേൽ ആരോപണങ്ങൾ ഉന്നയിച്ചത് ഗുട്രാസ് പെരുമാറുന്നത് ഹമാസ് അനുകൂലിയായിട്ടാണെന്നൊക്കെ അദ്ദേഹം ആരോപണം നേരത്തെ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ബ്രിട്ടനും ഫ്രാൻസും എല്ലാം ഒന്നിച്ചു നിന്ന് ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുകയാണെങ്കിൽ ഐക്യരാഷ്ട്ര സഭയിൽ ഒരുപക്ഷെ അതിന് അംഗീകാരം ലഭിക്കാൻ തന്നെയായിരിക്കും സാധ്യത. പക്ഷേ അമേരിക്കയെ പോലുള്ള രാജ്യങ്ങൾ ഇതിന് വീറ്റോ ചെയ്യുമോ എന്നുള്ള കാര്യം ഇനിയും വ്യക്തമല്ല. ഏതായാലും ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ഈ ഒരു തീരുമാനം ഇസ്രായേലിനെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. ഇസ്രായേലിനെ സംബന്ധിച്ച് 4 ഭാഗത്തു നിന്നും അവർ ഇപ്പോൾ ശത്രുക്കളെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഹമാസ്, ഹൂത്തി വിമതർ, അതുപോലെ ഹിസ്ബുള്ള തീവ്രവാദികൾ, ഇറാൻ തുടങ്ങിയ എത്രയോ ശത്രുക്കളെ ഒരുമിച്ച് നേരിടുന്ന ഈ സമയത്ത് തങ്ങളെ ഒറ്റപ്പെടുത്തുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തുന്നത് എന്നും ഐക്യരാഷ്ട്രസഭയുടെ വേദികളിൽ പോലും ഇപ്പോൾ ഹമാസ് തീവ്രവാദികൾക്ക് അനുകൂലമായ നിലപാടുകൾ ഈ രാജ്യം ഉയർത്തുന്നു എന്നൊക്കെയാണ് ഇസ്രായേൽ ആരോപിക്കുന്നത്. പക്ഷേ ആരൊക്കെ കൂടെ ഇല്ലെങ്കിലും തങ്ങൾ ഒറ്റയ്ക്കാണെങ്കിലും ഈ ഒരു പോരാട്ടം തുടരും എന്ന നിലപാട് തന്നെയാണ് നേരത്തെയും ഇസ്രായേൽ സ്വീകരിച്ചിരിക്കുന്നത്. അമേരിക്ക ആകട്ടെ കഴിഞ്ഞ ദിവസവും ഏതാണ്ട് $6 ബില്യൺ ആയുധങ്ങൾ ഇസ്രായേലിന് നൽകാൻ തീരുമാനമെടുത്തിരുന്നു. ട്രംപ് സർക്കാരാണ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തതെങ്കിൽ പോലും അതിനെ അമേരിക്കൻ കോൺഗ്രസ് അതിന് പിന്തുണ നൽകണം അല്ലെങ്കിൽ അതിനെ അംഗീകരിക്കണം എന്നുള്ളൊരു വിഷയം അവിടെ അവശേഷിക്കുന്നുണ്ട്. എങ്കിൽ പോലും അമേരിക്ക എക്കാലത്തും ഇസ്രായേലിനൊപ്പം തന്നെ നിന്ന ഇസ്രായേൽ ഏറ്റവും മികച്ച പ്രതിരോധ പങ്കാളിയാണ് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. എങ്കിൽ പോലും നിലവിൽ അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രായേലിനെതിരെ ഉയരുന്ന രൂക്ഷമായ വിമർശനം, അതായത് ഗാസയിൽ കൂട്ടക്കൊല നടക്കുകയാണ് എന്ന് പല രാജ്യങ്ങളും വിമർശനം ഉയർത്തുന്ന ആ ഒരു സാഹചര്യം ഇപ്പോൾ നിലവിൽ ഉണ്ട്. അത് അങ്ങനെ നോക്കുമ്പോൾ ബ്രിട്ടൻ ഈ രാജ്യങ്ങളുമൊക്കെ തന്നെ ഇക്കാര്യത്തിൽ വളരെ കൃത്യമായ നിലപാട് പ്രഖ്യാപിച്ചത് ഇസ്രായേലിനെ വെട്ടിലാക്കും എന്നുള്ളത് ഉറപ്പാണ്. ഐക്യരാഷ്ട്ര പൊതുസഭ ചേരുന്നതിന് മുന്നോടിയായിട്ടാണ് കാനഡയ്ക്കും ഓസ്ട്രേലിയയ്ക്കും പിന്നാലെ UK-യും ഫലസ്തീനെ അംഗീകരിക്കുന്നത്. സമാധാനത്തിൻ്റെയും ദുരാഷ്ട്രവാദത്തിൻ്റെയും ഒക്കെ തന്നെ കാര്യങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് ബ്രിട്ടൻ ഇക്കാര്യത്തിന് പിന്തുണ പ്രഖ്യാപിച്ചത് എന്നാണ് കീർ സ്റ്റാമർ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. ഏതായാലും വരും ദിവസങ്ങളിൽ ഇസ്രായേൽ ഇതിനോട് ശക്തമായി തന്നെ പ്രതികരിക്കാനാണ് സാധ്യത എന്നാണ് പറയപ്പെടുന്നത്. തങ്ങൾ എന്ത് വില കൊടുത്തും ഹമാസിനെ നശിപ്പിക്കും എന്നുള്ള ഇസ്രായേലിൻ്റെ ആ ഒരു തീരുമാനം അല്ലെങ്കിൽ അവരുടെ ശപഥം നിറവേറ്റാനുള്ള സകല മാർഗ്ഗങ്ങളും അവർ സ്വീകരിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അതേസമയം ഗാസയിൽ അവർ ഹമാസിനെ ഒഴിപ്പിക്കാനുള്ള തീവ്ര ശ്രമങ്ങളും തുടരുകയാണ്.